ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകി ലെബനനിലെ സായുധ സേനയായ ഹിസ്ബുള്ള. ചാവേ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം. ശനിയാഴ്ച വടക്കൻ ഇസ്രായേലിലെ സഫേദ് സിറ്റിയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആക്രമണ വിവരം ഹിസ്ബുള്ള തന്നെയാണ് പ്രസ്താവനയിൽ അറിയിച്ചത്. ഇസ്രായേലിലെ മിസ്വേ അലോൺ ബേസിൽ ചാവേ ഡ്രോൺ ആക്രമണം നടത്തി. സൈനികരും എമർജൻസി സാധനങ്ങളും സൂക്ഷിക്കുന്ന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. തെക്കൻ ലെബനീസ് നഗരമായ സിഡോണിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് സമർ അൽ ഹജ്ജാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ലെബനനിലെ അതിർത്തി പ്രദേശത്തെ 6 ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇസ്രായേലിൻ്റെ ഡ്രോണുകളും സായുധ വിമാനങ്ങളും ആക്രമണം നടത്തിയതായി ലെബനൻ സൈനിക അധികൃതർ അനൗദ്യോഗികമായി ഒരു മാധ്യമത്തോട് പറഞ്ഞു. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായും 18 വീടുകൾ തകർന്നതായും മാധ്യമം സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫൗദ് ഷോക്കോറിനെ ബെയ്റൂത്തിൻ്റെ തെക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തമായതോടെയാണ് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണം നടത്തുന്നത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് മേഖലയിൽ സംഘർഷം ശക്തമാക്കി. ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് പിന്നാലെ ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് ഗാസ യുദ്ധത്തിന് പിന്നാലെ മാസങ്ങളായി തുടരുന്ന ഹിസ്ബുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടലുകൾ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറുന്നുവെന്ന ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ലെബനൻ അതിർത്തി കേന്ദ്രീകരിച്ച് ആക്രമണം ശക്തിപ്പെടുത്തിയത്. ഇതിനു മുമ്പ് 2006 ഇരു വിഭാഗങ്ങളും തമ്മിൽ തുറന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ ഏക യാത്രാ വിമാനത്താവളം ഇസ്രായേൽ അന്ന് ബോംബിട്ട് തകർത്തിരുന്നു. ഇസ്രായേലിനെതിരെ നിഴൽ യുദ്ധം നടത്തുന്നതിനായി ഇറാൻ്റെ പിന്തുണയിൽ 1980 രൂപീകരിക്കപ്പെട്ട സായുധ സംഘമാണ് ഹിസ്ബുള്ള. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സാണ് ഹിസ്ബുള്ളയ്ക്ക് ധനസഹായവും ആയുധങ്ങളും നൽകുന്നതെന്നും ആരോപണമുണ്ട്. ഇറാൻ്റെ ഷിയ ആശയം പിന്തുടരുന്ന ലെബനനിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് ഹിസ്ബുള്ള അവരുടെ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നത്.